മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വ്യോമപാത അടച്ചത് പ്രതിസന്ധിയിലാക്കിയത് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെയും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പുറപ്പെടേണ്ട നിരവധി യാത്രക്കാരാണ് എയർപോർട്ടിൽ കുടുങ്ങിയത്. പലരും വിമാനം റദ്ദാക്കിയതറിഞ്ഞ് എയർപോർട്ടിലെത്തിയ ശേഷം തിരിച്ചു പോവുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിൻ്റെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഇവിടെ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആളുകളാണ് ഇപ്പോൾ ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്നിപ്പോൾ ഇതുവരെ അഞ്ച് വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകൾ കൂടുതൽ ഫ്ലൈറ്റുകൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്ക് ഉണ്ട്. ആ ഫ്ലൈറ്റുകളുടെ എല്ലാം കാര്യത്തിലൊരു അനിശ്ചിതത്വമാണ് ഉള്ളത്. ധാരാളം ആളുകൾ ഇതിനോടകം വിമാനത്തിൽ കയറാനും മറ്റുമായി എത്തിയ ഒരുപാട് യാത്രക്കാരുണ്ട്. ഈ കുവൈറ്റ്, അതുപോലെ ബഹ്റിൻ, UAE, ഖത്തർ തുടങ്ങിയ മേഖലകളിലോട്ട് യാത്ര ചെയ്യേണ്ട ആളുകളുണ്ട്. അതുകൂടാതെ അമേരിക്ക, ലണ്ടൻ പോലുള്ള രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് മാർഗം യാത്ര നടത്തേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. ഇവരുടെ എല്ലാം കാര്യം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഇവർക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ലഭ്യമായിട്ടില്ല. എപ്പോൾ ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലടക്കം ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനെ തുടർന്ന് ആളുകളെല്ലാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഡിപ്പാർച്ചർ ടെർമിനലിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. കുവൈറ്റിലേക്ക് പോകാനാണ്, ജസീറ എയർവേസിന് പോകാനായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസലാണെന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവിടുന്ന് ഇടയ്ക്ക് ഫ്ലൈറ്റ് ഇങ്ങോട്ട് പുറപ്പെട്ടു, ഇടയ്ക്ക് വെച്ച് അവർ അത് തിരിച്ച് വിളിച്ചു എന്നാണ് അറിഞ്ഞത്. എനിക്ക് ലണ്ടന് പോകാനാണ്, അബുദാബി വഴി. ഫ്ലൈറ്റ് 4:20 ടൈം. പക്ഷേ പിന്നെ ഇത്തിഹാദിൻ്റെ ആൾക്കാർ പറയുന്നത്, അതിൻ്റെ എയർ ഹോസ്റ്റസ് ഒക്കെ പറയുന്നത് പിന്നെ 1 o'clock ഞങ്ങൾക്ക് എന്തോ അറിയത്തുള്ളൂ, ഓൾമോസ്റ്റ് മിക്കവാറും ക്യാൻസലാണ്. നേരത്തെ ഫ്ലൈറ്റിനകത്ത് കയറിയ, അതായത് ഈ ഖത്തറിലോട്ടും മറ്റും പോകേണ്ട ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റിൽ സെക്യൂരിറ്റി ചെക്കിൻ അടക്കം പൂർത്തിയാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ ആ ഒരു യാത്ര തുടരാനാവാതെ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അവർ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. കാരണം അവർ പറയണത് അവർക്ക് വേറെ ഇൻഫർമേഷൻ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സൈറ്റിലും അതുപോലെ ഹെൽപ്പ് ഡെസ്കിലൊക്കെ ഫ്ലൈറ്റ് ഷെഡ്യൂൾഡാണ്. ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഷെഡ്യൂൾഡ് ആണെന്നാണ് പറയുന്നത്. അറിയത്തില്ല, ഇപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്കിൻ്റെ സമയമായോ? ചെക്കിൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. 12:30 കഴിഞ്ഞ് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഇവരുടെ എല്ലാം ഒരു ജീവിതത്തെയും ബാധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ധാരാളമായിട്ടുള്ള ആളുകൾ കൊച്ചിയിലേക്ക് വരേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്, കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. ഇവരുടെ യാത്രയും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഖത്തറിൽ നിന്നുമുള്ള എത്തേണ്ട വിമാനം ഇതുവരെ എത്തിയിട്ടില്ല, കൊച്ചിയിൽ എത്തേണ്ട വിമാനം ഇതുവരെ എത്തിയിട്ടില്ല. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം ചെന്ന് എത്തിക്കുന്നത്. വേണു PS-നൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.